ഡേ 2 സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് നേരെ കൊടൈക്കനാൽ 172 കിലോമീറ്റേഴ്സാണ് ഇവിടുന്നുള്ള 4 hours and 15 minutes. ഒരു 11:30 ആകുമ്പോൾ അവിടെ എത്തുമെന്നാണ് മാപ്പ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ എന്തായാലും ഇടയ്ക്ക് ബ്രേക്കൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ പോകുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ ലഞ്ച് കഴിക്കാൻ എന്തായാലും കയറേണ്ടി വരും. അതുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്നുള്ളൂ. അവിടെ നേരെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോകും. ഇന്ന് വലിയ സൈറ്റ് സീയിങ് ഉദ്ദേശിക്കുന്നില്ല. ചെല്ലുക, കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ചെറിയ സ്ഥലങ്ങൾ കാണാം. നാളെ പിന്നെ ബാക്കി. ഓക്കെ. രാവിലെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇന്നലത്തെ ഗ്ലൗസും കാര്യങ്ങളൊന്നും ഉണങ്ങിയിട്ടില്ല. ഉണങ്ങാത്ത കാരണം എക്സ്ട്രാ തണുപ്പുണ്ട്. ഗ്ലൗസ് ഉണങ്ങിയിട്ടില്ല, ഷൂസ് നനഞ്ഞിരുന്നു. ഷൂസും നല്ലോണം ഉണങ്ങിയിട്ടില്ല. സോക്സ് പിന്നെ വേറെ സോക്സ് ഇട്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. റോഡൊക്കെ ഫുൾ തെന്നിക്കിടക്കാണ്. പക്ഷെ ക്ലൈമറ്റ് ഇപ്പം അടിപൊളിയാണ്. മഴ നേരത്തെ പെയ്തു, രാത്രി ഫുള്ള് മഴയായിരുന്നു കേട്ടോ ഇവിടെ. മൂന്നാറും നല്ല റെയിൻഫോൾ ഉണ്ട് ഇപ്പോൾ. ബൈക്കിൽ വന്നാൽ മഴ കിട്ടാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. കൊടൈക്കനാലും ക്ലൈമറ്റ് നോക്കിയപ്പം റെയിൻഫോൾ ഉണ്ടെന്നാണ് കണ്ടത്. പിന്നെ നമുക്കത് വലിയ വിഷയമില്ലാത്ത കാരണം ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പോൾ മൊത്തം മഴയൊക്കെ പോയിട്ട് രാവിലെ വല്ല ചെറിയൊരു തണുപ്പുണ്ടല്ലോ, ആ ഒരു തണുപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് ഇതൊരു സൺറൈസ് വ്യൂ പോയിൻ്റ് ആയിരുന്നു. ഓക്കെ, ഇവിടെ നിർത്തുന്നില്ല, ഇവിടുന്ന് താഴോട്ടാണ്. ഇന്ന് സൺറൈസ് അത്ര അടിപൊളിയല്ലായിരുന്നു. എന്ന് വെച്ചാൽ കളേഴ്സൊന്നും അത്രയ്ക്കില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഫോഗ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു, രാവിലെ എണീറ്റുള്ള വ്യൂ. നല്ല മലയുടെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഫോഗ് കുറച്ചായിട്ട് നിൽക്കുന്നത് നല്ല രസമായിരുന്നു കാണാം. രാവിലത്തെ വ്യൂ എന്തായാലും അടിപൊളിയായിരുന്നു. നമുക്ക് കൊടൈക്കനാൽ ആക്ച്വലി 2 റൂട്ട് വഴി പോകാം മൂന്നാറിൽ നിന്ന്. ഏറ്റവും എളുപ്പമുള്ള റൂട്ടെന്ന് പറയുന്നത് ഇവിടുന്ന് നേരെ തേനി കയറിയിട്ട് അവിടുന്ന് ലെഫ്റ്റ് പിടിച്ച് പോകണം. അതാണ് ഏറ്റവും എളുപ്പം റൂട്ട്. പിന്നെ വേറൊരു വഴിയും കൂടെ കുറച്ചുകൂടെ കറങ്ങിപ്പോകുന്ന വഴിയാണ്, അത് കമ്പം കയറിയിട്ട് പോകണം. ഈ റൂട്ടിൽ കമ്പം കയറണ്ട, തേനിയാണ് നമ്മൾ നേരെ ചെല്ലുന്നത്. അപ്പോൾ ഇതിലേതാ ബെറ്റർ റൂട്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പം അവിടെ സോസ്റ്റലിൽ ഞങ്ങളുടെ ഡോമിൽ വേറൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. പുള്ളി ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിരുന്നു ചെന്നൈയിലെ ഒരു കമ്പനിയിൽ, ഒഡീസക്കാരനാണ്. അപ്പം പുള്ളി പറഞ്ഞു പുള്ളി ചെന്നൈയിലോട്ടാണ് പോകുന്നത്. പുള്ളി പറഞ്ഞു ഇതാണ് എളുപ്പ വഴി. ചെന്നൈയിൽ പോകാനും പുള്ളി ഇതുപോലെ തന്നെ തേനി വന്ന് കയറിയിട്ട് സ്ട്രെയിറ്റ് പോവും. ഞാൻ തേനിയിൽ നിന്ന് ലെഫ്റ്റ് പോവും. പുള്ളിക്കൊരു ഡോമിനാർ 400 ആയിരുന്നു. പുള്ളി പറഞ്ഞു വെച്ചിട്ട് ഇതാണ് ബെറ്റർ വഴി, ഡിസ്റ്റൻസും കുറവാണ്, വഴിയും നല്ലതാണ്, അപ്പോൾ ഇതുവഴി പോകുന്നതായിരിക്കും ബെറ്റർ. ഇതൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ, എപ്പോഴും വരുമ്പോൾ ഇവിടെ നിർത്താറുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ഈ വഴി തീരുമാനിച്ചത്. നോക്കാം വഴി എങ്ങനെ ഉണ്ടെന്ന്. ഇന്ന് പെട്രോളിൻ്റെ വില കുറഞ്ഞു എന്നൊരു ന്യൂസ് കണ്ടു. വളരെ സന്തോഷകരമായൊരു ന്യൂസ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞ ഒക്ടോബർ മാസം തന്നെ 8 രൂപയോളം കൂടിയായിരുന്നു പെട്രോൾ. ഇന്നിപ്പം പെട്രോൾ അടിക്കുന്ന സമയത്ത് എത്ര ആവും നോക്കാം. ഇതിപ്പോൾ തമിഴ്നാട് കയറിയിട്ട് അടിക്കുള്ളൂ. അതിന് മുമ്പ് വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. തേനിയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതിയായിരിക്കും. പിന്നെ പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ കയറ്റമിറക്കമൊക്കെ ആയത് കാരണം ചിലപ്പോൾ പെട്ടെന്ന് തീരാനും സാധ്യതയുണ്ട്. നോക്കാം. എന്തായാലും ഈ വഴിക്ക് പെട്രോൾ പമ്പൊന്നും കാണില്ല. ഈ വഴി ഫുള്ള് പോകാനുള്ള പെട്രോളും ഉണ്ട്, കുഴപ്പമില്ല. റോഡ് ഫുള്ള് പോയിട്ടുണ്ട്. ഇന്ന് വന്നപ്പോൾ ഇതുപോലായിരുന്നു, കുറേ ഏരിയ റോഡില്ല. മെറ്റലും ഇവിടെ എന്തോ എനിക്ക് തോന്നുന്നു ഉരുൾപൊട്ടിയതാണെന്ന് തോന്നുന്നു. അതെ, സൈഡിൽ നിന്ന് ഉരുൾപൊട്ടി വന്ന് നടക്കുന്നത്. ഇവിടുത്തെ റോഡ് എപ്പോഴും റിപ്പയർ വരുന്നത് ഈ കാര്യം വെച്ചിട്ടാണ്. ഉരുൾപൊട്ടും, റോഡ് പോവും,
പിന്നെ റിപ്പയർ. ഈ റോഡ് പിന്നെ മൂന്നാറിൽ നമ്മുടെ ദേവികുളമൊക്കെ പോകുന്ന വഴിയുണ്ട്, ആ വഴിയൊക്കെ ഇത് തന്നെ അവസ്ഥ. നല്ല സൂപ്പർ കോടയുണ്ട് കേട്ടോ. വൈസർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് മുഖത്തേക്ക് ഇങ്ങനെ അടിക്കും. ആ മോയ്സ്ചർ, ഡാം അടിപൊളി. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് ലാഗായി. ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് ധനുഷ്കോടി പോകുന്നുണ്ടായിരുന്നു, അവർ മൂന്നാർ കയറി വന്നേ. അപ്പോൾ അവരവിടെ വെച്ച് കണ്ടു, കുറേ നേരം അവിടെ നിന്നു. അവർ 2 കാറിലാണ്, അപ്പം ലഗേജ് അതിൽ കൊടുത്തു വിട്ടു. ഇനിയിപ്പോൾ ലഗേജ് ഇല്ലാതെ കുറേ നേരം സുഖമായിട്ട് പോകാം. തേനി വരെ അവരുണ്ട്, തേനിയിൽ നിന്ന് അവർ സ്ട്രെയിറ്റ് പോവും. ഞങ്ങൾ തേനിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കുടയിലോട്ട് പോകും. നല്ല കോട, നല്ല കോടയും നല്ല തണുപ്പും. നേരെ ഇപ്പോൾ ധനുഷ്കോടിയിലോട്ടോ. അപ്പോൾ വേണമെങ്കിൽ ട്രിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ഡയറക്ഷൻ മാറ്റി ധനുഷ്കോടി പോയി പിന്നെ കറങ്ങി കൊടൈക്കനാൽ വന്ന് തിരിച്ച് വന്നാലൊന്ന് ആലോചിക്കുന്നുണ്ട്. സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്, 2 ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ക്യാഷ് കുറച്ച് എക്സ്ട്രാ ആവും. അതായത് 2 ദിവസം ബുക്ക് ചെയ്തപ്പോൾ പെർ പേഴ്സൺ 1300 ആയേ. അപ്പോൾ അത് ഒരു ദിവസത്തേക്ക് 1300 സ്റ്റേ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഒരു ദിവസം ധനുഷ്കോടി നിൽക്കുന്ന പോലെ. ധനുഷ്കോടി പക്ഷേ വേറൊരു റൈഡാക്കാം എന്നൊരു പ്ലാനിലായിരുന്നു ആക്ച്വലി. പക്ഷേ ഇതിപ്പം ഇവരെല്ലാം അങ്ങോട്ടുണ്ടെങ്കിൽ ചിലപ്പം റൈറ്റ് സൈഡ് ഫുൾ അടിപൊളി വ്യൂ ആണ്. നമ്മുടെ താഴെ തേനി ഏരിയ ഒക്കെ കറക്റ്റായിട്ട് കാണാം. ഓക്കെ, സോ ഇടയ്ക്ക് കുറേ സംഭവങ്ങൾ നടന്നു. ഒന്ന്, കൊടൈക്കനാൽ പോകാമെന്ന് ഞാൻ പ്ലാൻ മാറ്റി ഇപ്പോൾ ധനുഷ്കോടിയിലോട്ടാക്കി. അങ്ങനെ പോകുന്ന വഴിക്ക് കൂട്ടത്തിൽ ഒരു കാറിൻ്റെ ബാറ്ററിക്ക് ചെറിയ ഇഷ്യൂ, ബാറ്ററി ചാർജ് ആവുന്നില്ല. അപ്പോൾ ആ ചാർജ് ആകാത്ത അവസ്ഥയിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും, പവർ സ്റ്റിയറിംഗൊക്കെ കട്ടാവും. അപ്പോൾ അതൊന്ന് സർവീസ് സെൻ്ററിലോട്ട് കയറണം. കുറേ നേരം അവിടെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ അതൊന്ന് സർവീസ് സെൻറ്റർ കയറ്റി കഴിഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് വേണം ഇനി ധനുഷ്കോടിയിലോട്ട് പോകാൻ. നമ്മൾ കുറച്ച് ലാഗായി. നേരത്തെ പറഞ്ഞ പോലെ ആ എക്സ്പ്രോസിൻ്റെ ബാറ്ററി ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് നമ്മൾ ഒരു മെക്കാനിക്കിനെ കൊണ്ട് കാണിച്ചു. ലാസ്റ്റ് കുഴപ്പമില്ല, പോകാം, ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നൊക്കെ ആലോചിച്ചായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കി, ലോക്കൽ മെക്കാനിക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, പോകാം, സെക്കൻഡറി ബാറ്ററിക്ക് ഇഷ്യൂ ഉള്ളൂ, റണ്ണായിക്കോളും എന്ന് പറഞ്ഞു വണ്ടി, റിസ്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും നേരെ വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ധനുഷ്കോടി ബാക്ക് ഓൺ. കുറച്ചധികം കിലോമീറ്ററുകൾ അപ്പോൾ എക്സ്ട്രാ പോകണം. ധനുഷ്കോടി ഇനി എത്താൻ 267 കിലോമീറ്റർ കൂടെ ഉണ്ട്. 267 കിലോമീറ്ററും 5 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഇന്ന് ദിവാലി ആയത് കാരണം എല്ലാ റെസ്റ്റോറൻറ്റ്സൊന്നും ഓപ്പൺ അല്ല. പിന്നെ മെക്കാനിക്കിനെ കിട്ടാനും നല്ല പാടായിരുന്നു, ദിവാലി പ്രശ്നം. മാരുതിയുടെ സർവീസ് സെൻറ്റേഴ്സൊന്നും ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ വേറൊരു പ്രൈവറ്റ് മെക്കാനിക്കിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ്, അഡ്വൈസ് എടുത്താണ് ഇപ്പോൾ പോകുന്നത്. മിക്കവാറും അപ്പോൾ വൈകുന്നേരം ആവും ധനുഷ്കോടി എത്താനായിട്ട്. പുതിയ പ്ലാൻ അനുസരിച്ച് ധനുഷ്കോടി വൈകിട്ടെത്തുന്നു, അവിടെ സ്റ്റേ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നാളെ നേരെ കൊടൈ വന്ന് സ്റ്റേ ചെയ്യുന്നു. എന്നിട്ട് കൂടെ ഉള്ളവർ സാറ്റർഡേയും സ്റ്റേ ചെയ്തിട്ടാണ് വരുന്നത്. ഞാൻ മിക്കവാറും സാറ്റർഡേ മോർണിംഗ് അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കിന് ഇറങ്ങി തിരിച്ച് കൊച്ചിയിലോട്ട് വരും. മധുരൈ സ്ട്രെയിറ്റ്, പെരിയകുളം ലെഫ്റ്റ്. ഏതാണോ ഈ പെരിയകുളം? നമ്മളപ്പോൾ മധുരൈ പോകുന്ന റൂട്ടിലോട്ടാണ് പോകണ്ടേ. അവിടെ ഒരു ചെക്കൻ നിന്നിട്ട്
പടക്കം പൊട്ടിക്കുക ദീപാവലിയായിട്ട്. എന്നിട്ട് വണ്ടി വരുമ്പോൾ വണ്ടിയിലോട്ട് നേരെ പടക്കം എറിയും, വണ്ടിയുടെ സൈഡിലോട്ട്. ബൈക്കിലൊക്കെ വരുന്നവരെ ഞെട്ടിപ്പോവും. കൊള്ളാൻ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഹായ്, ടോൾ വരുന്നുണ്ട്. ടോൾ വരുമ്പോൾ ഒരു പ്രത്യേക സുഖം. പോകുന്ന കാറെല്ലാം അതിൻ്റെ അകത്തോടെ കയറി ടോൾ കൊടുത്തിട്ട് വേണം പോകാൻ. പക്ഷേ ഈ ടോൾ ബൂത്ത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. സോ ബേസിക്കലി എല്ലാവർക്കും വെറുതെ പോകാം. വെറുതെ ആശിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 10-12 മണിയായി. ഓക്കെ, ബ്രഞ്ച് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒരുമിച്ച് കഴിക്കാനായിട്ട് പറ്റിയ കടയൊന്നും തുറന്നിട്ടില്ല. മാപ്പ് നോക്കിയാണ് അവിടെ ആര്യാസിൽ വന്നത്. ആര്യാസും തുറന്നിട്ടില്ല. അതെ, അയ്യർ ഭവൻ ഇതൊന്നും തുറന്നിട്ടില്ല. ദിവാലി ആയതുകൊണ്ടാണ്. ഇതെന്താ ഇങ്ങനെ? നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസ് ആണെങ്കിലും കടകളൊക്കെ തുറക്കുള്ളൂ. റെസ്റ്റോറൻറ്റ്സ് പ്രത്യേകിച്ച്. റെസ്റ്റോറൻറ്റ്സ് തുറന്നില്ലെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ ഏതെങ്കിലും കാണുന്ന ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തായാലും കഴിക്കണം. അപ്പോൾ രാവിലെ മുതലൊന്നും കഴിച്ചില്ല. പിന്നെ കുറച്ച് വെള്ളയപ്പമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അത് കഴിച്ചു. 2 വെള്ളയപ്പം കഴിച്ചു, അതേ ഉള്ളൂ. വേറെ ഒന്നും കഴിച്ചിട്ടില്ല. സൈഡിൽ ഫുള്ള് ഫാംസാണ്. അപ്പോൾ ഇന്ന് ദൂരെ കുറേ മല കാണാം. എക്സ്പ്രോസ് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഫുഡ് കയറി പോയി. റോഡിങ്ങനെ സ്ട്രെയിറ്റ് കിടക്കാം. ദൂരെ കുറേ മല കാണാം, സ്ട്രെയിറ്റ് റോഡ് കിടക്കുന്നു. ഇതിപ്പോൾ നമ്മൾ തേനിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 2 സൈഡിലും ഫുള്ള് ഫാംസ്. ഇവിടെയുള്ള മെയിൻ പ്രശ്നം ക്രോസ് ആണ്. ക്രോസ് നല്ലോണം പഠിക്കും ബൈക്കിൽ വരും. ലാസ്റ്റ് ഞങ്ങൾക്കായി ഒരു ഹോട്ടൽ തുറന്നു, ഹോട്ടൽ കുറിഞ്ഞി. ഇവിടെ എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടായാൽ മതിയായിരുന്നു. നല്ല ഫുഡൊന്നും വേണ്ട, എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ മതി. ബേക്കറി ഐറ്റംസ് അല്ലാതെ എന്തും കഴിക്കും ഇപ്പോൾ അവസ്ഥയായി. ഓക്കെ, അപ്പോൾ ഹോട്ടൽ കുറിഞ്ഞിന്ന് ഞങ്ങൾ നല്ല നെയ് റോസ്റ്റും നല്ല സാമ്പാറും ചട്നിയും ഒരു ഓംലേറ്റും ഒക്കെ കഴിച്ചു. ഇനി അടുത്തൊന്നും ഹോട്ടലാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ സമയം 1:32. ഇനി അടുത്ത ഹോട്ടൽ മിക്കവാറും രാമേശ്വരം ചെന്നിട്ട് കാണത്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ടും ഹോട്ടൽ കാണുമെന്ന് അറിയില്ല. ദിവാലി ആയത് കാരണം ഒന്നും തുറക്കുന്നില്ല. ഏതെങ്കിലും ഇതുപോലൊരു ഹോട്ടൽ കാണും. ഈ ഒരു ഏരിയ മൊത്തം കാണില്ല ഹോട്ടൽ. നമ്മുടെ നാടുകളില്ല, തമിഴ്നാട്ടിൽ ദിവാലി ഇത്തിരി വലിയൊരു സെലിബ്രേഷൻ പോലാന്ന് തോന്നുന്നു. ഹോട്ടലുകളൊന്നും തുറക്കുന്നില്ല. മൊബൈൽ ഇവിടെയൊക്കെ തുറന്നിട്ടുണ്ട്, ഹോട്ടൽ തുറന്നില്ല. ലാസ്റ്റ് കണ്ട സ്ഥലത്തു നിന്ന് ഹോട്ടൽ കുറഞ്ഞിട്ട് റെസ്ക്യൂ. വയറിപ്പോൾ ഫുള്ളായി. കുറച്ച് ലിംകയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ നേരെ രാമേശ്വരം. അത് അടിപൊളി റോഡ്, സ്ട്രെയിറ്റ് ഇങ്ങനെ കിടന്നു. ഇതുവരെ എത്താറായി. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ബൈക്കിൽ ഞാൻ കുറച്ച് ഫ്രണ്ടിൽ വന്നു. അപ്പം ബൈക്കിനും കാറിനും കാണിച്ച റൂട്ട് രണ്ടും ഡിഫറെൻറ്റാണ്. രണ്ട് പാരലൽ റൂട്ടാണ് കാണിച്ചത്. അപ്പം ശരിക്കും ഞാനിപ്പോൾ അവരുടെ കാറിൻ്റെ അടുത്തോട്ട് പോകണമെങ്കിൽ ഞാൻ തിരിച്ച് ഒരു 18 കിലോമീറ്റർ പോകണം. എന്നിട്ട് എനിക്ക് അവരുടെ കൂടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ല ഇപ്പം മധുരൈ കഴിയുമ്പോൾ ഒരു പോയിന്റിൽ ഈ 2 റോഡും വന്ന് കയറും. ആ പോയിന്റിൽ നിന്ന് പിന്നെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടം വരെ നോക്കി പോകണം. മധുരൈ കഴിയുമ്പോൾ ഉള്ള ഫസ്റ്റ് ജംഗ്ഷനാണെന്ന് തോന്നുന്നു. ഇവിടെ എവിടെയോ സൈഡിൽ കിടക്കുന്നെന്നാണ് പറഞ്ഞത്. ഒരു ചായ കുടിക്കാൻ ഒരു കടയിൽ നിർത്തി. അവിടെ ദീപാവലി ആയതുകൊണ്ടാണ് തോന്നുന്നു കടയൊക്കെ ഓപ്പണാണ്. കടയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാവരും തന്നെയാണ്. കൂട്ടത്തോടെ ഇരുന്ന് കുറേ പേര് തന്നെ. ഞങ്ങൾ കിടന്ന് പുറത്തുനിന്ന് കുറേ നേരം അണ്ണാ അണ്ണ എന്നൊക്കെ വിളിച്ചു, അണ്ണാ ചേട്ടാ എന്നൊക്കെ വിളിച്ചിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അത് കയറി നോക്കിയപ്പോഴാണ് എല്ലാവരും നല്ല ദിവസമാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ വിടാമെന്ന് വിചാരിച്ചു. സൈഡിൽ വേറെ കട കണ്ടു കഴിഞ്ഞാൽ നിർത്താമെന്ന് ഓർത്തു. ഇവിടെ ഒരു കടയുണ്ട്, ടീ സ്റ്റോളാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ടീ സ്റ്റോൾ. അങ്ങോട്ട് കയറാം. ചായ കുടിച്ചു. ധനുഷ്കോടി എത്താൻ ഇനി ഒരു 1.5 മണിക്കൂറിനുണ്ട്. 74 കിലോമീറ്റർ. സമയം ഇപ്പം 5:15. സൺസെറ്റ് ഏകദേശമായി. സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ നല്ല ഓറഞ്ച് കളറിലെ സണ്ണൊക്കെ കാണാം. ഇനിയിപ്പം വെയിലൊന്നും കാണില്ല. നേരെ അവിടെ എത്തി. ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങോട്ട് എത്തണം. അതാണിപ്പോൾ പ്ലാൻ. ഓക്കെ, ഫേമസ് പമ്പൻ പാലം എത്തി. ധനുഷ്കോടിയിലേക്ക് അധികമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. ഗോപ്രോയിൽ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല.
ധനുഷ്കോടിയിൽ രാവിലെ ഇപ്പം 6 o'clock എന്താണ് ഓപ്പൺ ചെയ്യുന്നത്, 6 or 7 എന്താണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം രാവിലെ തന്നെ വണ്ടികളിങ്ങനെ വന്ന് കിടക്കും. ഇതുപോലെ കുറേ വാനൊക്കെ കാണും. എന്നിട്ട് കുറേ വന്ന് വണ്ടി കിടന്നു കഴിയുമ്പോൾ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്യും ടൈം ആകുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും കൂടെ പോകും. രാമേശ്വരം ടെമ്പിൾ നല്ല ഫേമസ് ടെമ്പിളാണ്, എല്ലായിടത്തുനിന്നും ആൾക്കാർ വരുന്ന സ്ഥലമാണ്, അറിയാവുന്നതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ സ്റ്റേ ചെയ്ത സ്ഥലം ഈ ടെമ്പിളിൻ്റെ സൈഡിൽ കൂടെ ലെഫ്റ്റിലേക്ക് പോയിട്ട് ഇതിൻ്റെ പുറകിലൊരു സ്ഥലത്തായിരുന്നു സ്റ്റേ ചെയ്ത്. ഇപ്രാവശ്യത്തത് എവിടെയാണെന്ന് നോക്കാം. ഉണ്ടല്ലോ ദിവാലിയൊക്കെ ആയതുകൊണ്ട് കുറേ കൂടെ എന്താ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോഴും ആൾ നോക്കും. ചെറിയ റോഡാണ്, ഇത്രയും ഫേമസ് അമ്പലമാണ്. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. മേളിൽ ഫുൾ പടക്കം പൊട്ടുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇട്ട് ആൾക്കാർ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അതായത് ഇവിടെയൊക്കെ പടക്കം പൊട്ടിച്ചാൽ മൊത്തം പുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ പുക. ഈ സ്ഥലമെത്തി. ഓക്കെ, ഇപ്പോൾ സമയം രാവിലെ 5:40 ഇവിടുന്ന് രാമേശ്വരത്ത് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് നേരെ എല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ ധനുഷ്കോടിയിലോട്ട് പോകാൻ. അപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിലും ഒരു 6 മണിയൊക്കെ കഴിയും തുറക്കാനായിട്ട്. സൺറൈസ് ആസ് സച്ച് കാണാൻ പറ്റില്ല, പക്ഷേ സൺറൈസ് ചെയ്ത് കഴിഞ്ഞുള്ള ടൈമിലൊക്കെ വേണമെങ്കിൽ കയറാൻ പറ്റുമത്തോട്ട്. കഴിഞ്ഞ പ്രാവശ്യം എക്സ്പീരിയൻസ് വെച്ചാൽ കേട്ടോ. ഇപ്രാവശ്യം ചെല്ലുമ്പോൾ നേരത്തെ തുറക്കുമെന്ന് അറിയില്ല. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അടുത്തുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ റോഡ് മൊത്തം ചെളിയായി കിടക്കുകയാണ്, മഴ പെയ്ത്. രാവിലെയും ചെറിയ മഴ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് മഴ കുറഞ്ഞു. ധനുഷ്കോടി ചെന്ന് മിക്കവാറും ചെക്ക് പോസ്റ്റിന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ കൊടയിലോട്ട് വിടുക. അമ്പലമുള്ള കാരണം രാവിലെ ഈ സമയത്തും നല്ല തിരക്ക് കാണും. ആൾക്കാരൊക്കെ റോട്ട് ഒരുപാട് കാണും. 5:40 നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയത്ത് നടക്കാൻ പോകുന്ന കുറച്ച് പേരും ചായ കുടിക്കാൻ ഇറങ്ങി 1-2 പേര് കാണത്തുള്ളൂ. കണ്ടില്ലേ, ഇപ്പോഴും നിറയെ ആളുകളുണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോൾ ചെക്ക് പോസ്റ്റായി. ചെക്ക് പോസ്റ്റിൽ ഓൾറെഡി കുറേ വണ്ടികളൊന്നും കിടപ്പുണ്ട്, രാവിലെ എത്തിയ വണ്ടികൾ. ബൈക്കേഴ്സും കുറേ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിപ്പുണ്ട് ആൾക്കാർ. കാറിലും വാനിലും ഒക്കെ വന്നവരും കുറേ ഉണ്ട്. ഇനി ഇവിടുന്ന് ഒരു ചെക്ക് പോസ്റ്റിനപ്പുറത്തേക്ക് ഒരു 7.4 കിലോമീറ്റേഴ്സ് 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഇവർ സൂര്യനെ കുതിച്ച് കഴിഞ്ഞാൽ മിക്കവാറും തുറക്കത്തുള്ളൂ. ഇപ്പോഴാണ് ഇവർക്കൊരു ഫിക്സ്ഡ് ടൈമാണ്, ലൈക്ക് സൺറൈസ് ടൈമൊന്നുമില്ല. ഇവർ തുറക്കുന്ന ടൈമിന് മുമ്പ് സൂര്യൻ കുതിച്ച് കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, ഇവരിത് തുറന്നു. വേറെ ചെക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ കറക്റ്റ് ഒരു 6 മണി 6 5:57 തുറന്നു. ഒരു 6 മണി 6 തുറക്കും. തുറന്നു കഴിഞ്ഞാൽ നോക്ക് വണ്ടിയെല്ലാം കൂടെ പോകുന്നത്. ആ സമയം വരെ അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കണം. തുറന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നേരെ അങ്ങ് പോവാം. റോഡിന് നേരെ ചെല്ലുന്നത് ധനുഷ്കോടിയിലോട്ട്. നിഞ്ചാണല്ലോ കയറിപ്പോയി. ഇതിപ്പോൾ സൈഡിൽ ഈ ഫോറസ്റ്റ് പോലെ കാണുന്നതിന് അപ്പുറത്ത് ശരിക്കും കടലാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും പതുക്കെ ലാൻഡ് മാസ് ഇങ്ങനെ നാരോ ചെയ്ത് വരും. 2 സൈഡിൽ നിന്ന് ലാൻഡ് മാസ് കുറഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് കറക്റ്റ് 2 സൈഡിലും കടലാവും. എന്നിട്ട് ഒരു എൻഡ് പോയിന്റ് പോയി നിൽക്കും. എന്തായാലും ആദ്യമൊക്കെ വന്നപ്പോഴത്തേക്കിനും ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ആ 2 സൈഡ് ഇപ്പം പതുക്കെ ലാൻഡ് മാസ് തിന്നായിക്കൊണ്ടിരിക്കും. വാവ്, രാവിലെ 6 മണി സമയം. സൂര്യനിങ്ങനെ ഉദിച്ച് വരുന്നു. ഒരു സ്ട്രെയിറ്റ് റോഡ്, പ്രത്യേകിച്ച് വണ്ടികളൊന്നുമില്ല. അതായത് ജനറൽ ട്രാഫിക് ഒന്നുമില്ല. ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വണ്ടികൾ മാത്രം. ഈ സമയത്ത് അവിടുന്ന് ഒരിക്കലും ഇങ്ങോട്ട് വണ്ടി വരില്ല. എല്ലാവരും ഇപ്പം അങ്ങോട്ട് പോകുമായിരിക്കും. അങ്ങോട്ട് പോകുന്ന വണ്ടികൾ. പിന്നെ അതിൻ്റെ കൂടെ 2 സൈഡിലും കടലിങ്ങനെ. ഈ പോകുന്ന വണ്ടിയൊക്കെ ഇവിടുത്തെ ലോക്കൽസാണ്. അവർക്ക് ഫിഷിങ്ങിനും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അവരിവിടെ നിന്ന് മീൻ പിടിച്ചിട്ട് ധനുഷ്കോടി വെച്ച് തന്നെ വിൽക്കുന്നവരുണ്ട്. ചിലർ തിരിച്ചു കൊണ്ടുവന്ന് രാമേശ്വരത്ത് വെച്ച് വിൽക്കും. ഇവരുടെ ഒരു മെയിൻ സോഴ്സ് ഇൻകം ഇതൊക്കെയാണ്. ധനുഷ്കോടിയുടെ കഥയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. പണ്ട് ഇവിടെ ശരിക്കും ആക്ച്വലി ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ 2004 സുനാമിയാന്ന് തോന്നുന്നു. സുനാമി വന്നിട്ട് ഫുൾ സീനായി. അവിടെ എല്ലാം നശിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും പോയി.
അതിൻ്റെയൊക്കെ റിമൈൻസ് മാത്രം അവിടെ കാണാം. കുറേ പേര് മരിച്ചു, കുറേ കടൽ കയറി. ശരി, കുറച്ചുകൂടെ കരയുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ നോട്ട് ഫിറ്റ് ഫോർ ലിവിങ് ആയിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതായത് ഒന്ന് നാച്ചുറൽ കലാമിറ്റീസിനൊക്കെ ഭയങ്കര പ്രോക്സിമിറ്റി കൂടിയ സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർക്ക് താമസിക്കാൻ അഡ്വൈസബിൾ അല്ല ആക്ച്വലി. പിന്നെ എപ്പോൾ വേണേലും വെള്ളത്തിൻ്റെ അടിയിൽ പോവാം. കടൽ കയറി വരുന്നവർ എപ്പോൾ വേണേലും പെട്ടെന്ന് വെള്ളത്തിൻ്റെ അടിയിൽ പോവാം. ഇനി അങ്ങോട്ട് ആക്ച്വലി കടലിൻ്റെ നടുക്കൂടെ റോഡെന്നൊരു ഫീലാണ്. കണ്ടില്ലേ? ഈ ഒരു റൈഡിന് വേണ്ടിയാണ് ആക്ച്വലി ധനുഷ്കോടി എല്ലാവരും വരുന്നത്. ഈ ജസ്റ്റ് ഒരു 10 കിലോമീറ്ററുള്ള ഈ ഒരു റോഡില്ലേ, ആ റോഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. കണ്ടല്ലേ, രണ്ട് സൈഡിലും മണലായി. ആക്ച്വലി ഇപ്പോൾ കടലാണ് ഇപ്പുറത്ത്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഫാമിലീസ് ഉണ്ട്. ഇവരിവിടെ താമസിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ചെറിയ ഇതുപോലത്തെ ഹട്ട് പോലെ കെട്ടിയിട്ട് താമസിക്കുന്നതായിരിക്കും, എനിക്കൊരു ഐഡിയ ഇല്ല. ഇവിടെ ഒന്ന് ജസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് പോലെ തുറന്നു വെച്ചിരിക്കുന്നതാണെന്ന് അറിയില്ല. ചെറിയ റെസ്റ്റോറൻറ്റ്സുകളുണ്ട് കേട്ടോ. അവിടെ എല്ലാം മീൻ കിട്ടും. പിന്നെ എല്ലാം ഇതുപോലെ ഓല കൊണ്ട് മേഞ്ഞ സ്ഥലങ്ങൾ. ആക്ച്വലി രണ്ട് സൈഡിലും കടൽ കാണാൻ പറ്റും. അവിടെ നോക്കിയാൽ കടൽ, ഇവിടെ നോക്കിയാലും കടൽ. ഇതാണ് ധനുഷ്കോടി എൻഡ് പോയിന്റ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കിനും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു. വെള്ളം ഇത്ര ഇല്ലായിരുന്നു. വെള്ളം കയറി കിടക്കുക, ഇറങ്ങാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം മൊത്തം വെള്ളം നല്ലോണം കയറി കിടക്കുക, ഇറങ്ങാനേ പറ്റില്ല. അന്ന് വന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കല്ലിവിടെ കിടപ്പുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ വെള്ളം ഇത്രയില്ലായിരുന്നു. ഈ ഒരു സൈഡ് ഫുള്ള് നല്ല വെള്ളം താന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങി കുറേ ദൂരം അങ്ങോട്ട് നടക്കാമായിരുന്നു. ഇപ്പോൾ ഫുൾ ജോയിനായി കിടക്കുകയാണ്. ഉണ്ടല്ലേ, മൊത്തം വെള്ളം മാത്രം. പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയ റിമൈൻസ് ഒക്കെ കാണാം. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബട്ട് എക്സ്പീരിയൻസ് ഈസ് ഓസം. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശ്രീലങ്ക. അധികം ദൂരമൊന്നുമില്ല. അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ ചെക്ക് പോസ്റ്റൊക്കെ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നല്ല ആളായി. വരുമ്പോൾ അധികം പേരില്ലായിരുന്നു, ഞങ്ങൾ കണ്ടത്ര ആൾക്കാരേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം നല്ലോണം ആളായി. അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വെയിൽ വന്ന് തുടങ്ങും. വെയിൽ വന്നാൽ നല്ല ബോറാണ്, നല്ല ചൂടായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് അവിടെ ബീച്ച് കാണാം. സൈഡിലേക്ക് കാണിച്ചത് അവിടെ ബീച്ച് കാണാം. അപ്പോൾ ബീച്ച് വരെ പോയി കുറച്ച് നേരം അവിടെയും കൂടെ നിന്നിട്ട് പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. സൈഡിൽ ഫുൾ കുറേ കടകളുണ്ട്. ചെറിയ ശംഖും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള കടകൾ, പിന്നെ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ കടകളാണ് ഈ സൈഡ് മൊത്തം. ഇത് പഴയ ഏതോ ബിൽഡിങ്ങിൻ്റെ റിമൈൻസാണ്. ഇവിടെ നോക്കിയാൽ കടലാണ്. ഇതെല്ലാം പഴയ പഴയ ബിൽഡിങ്സ് ആയിരുന്നു. ഫൈനലി ഇവിടെ നിന്ന് ഇറങ്ങാണ്. സമയം ഇപ്പോൾ ഒരു 8:19. ഇവിടെ നിന്ന് നേരെ കൊടൈക്കനാൽ.